ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് ലാർജ് ക്യാപ്പിലായാലും മിഡ് ക്യാപ്പിലായാലും സ്മോൾ ക്യാപ്പിലായാലും അങ്ങനെ ഒരു മാർക്കറ്റ് ക്യാപ്പ് വ്യത്യാസമില്ലാതെ അക്രോസ് ഓൾ സെക്ടേഴ്സ് ഹെവി സെല്ലിംഗ് ആണ് കാണുന്നത്. അപ്പോൾ മാർക്കറ്റിന്റെ ആ ഒരു വോളറ്റിലിറ്റി സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ഇന്ത്യ വിക്സ് അത് ഇന്ന് 10% ഉയർന്നതായിട്ട് കാണാം. ഇപ്പോൾ 13 മുകളിലാണ് അത് നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സെൽ ഓഫ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള കാരണങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നമുക്ക് കാണുന്നത്. കാരണം ഇന്നലെ വരെ വളരെ സ്ട്രോങ് ആയി നിന്ന മാർക്കറ്റാണ് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തുകൊണ്ട് ലോവർ ലെവലിൽ ശക്തമായ ഒരു ബൈങ് മൊമെന്റം ഒക്കെ കാണിച്ചിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു ഫോൾ നമ്മൾ കാണുന്നത്. ഫൈനലായിട്ട് 25,454 എന്നുള്ള ആ ഒരു ലെവലിലാണ് ഇപ്പോൾ നിഫ്റ്റി നിൽക്കുന്നത്. അപ്പോൾ അടുത്തൊരു ക്രൂഷ്യൽ സപ്പോർട്ട് അതിൻ്റെ 200 മൂവിങ് ആവറേജ് ആയിട്ടുള്ള 25,300 ആ ലെവലിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു വീക്ക്നെസ് ആണ് ഇപ്പോൾ പ്രകടമാകുന്നത്. ഇപ്പോൾ ഗ്ലോബൽ ക്യൂസ് ഒക്കെ വളരെ മിക്സഡ് ആയിട്ടായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. US മാർക്കറ്റ് ഇന്നലെ പ്രധാനപ്പെട്ട 3 ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ഏഷ്യൻ മാർക്കറ്റിൽ ജപ്പാനും കൊറിയയും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ യൂറോപ്യൻ മാർക്കറ്റും ചൈനീസ് മാർക്കറ്റും നെഗറ്റീവിലാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായത്. അപ്പോൾ നിലവിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ US ആ ഒരു സംഘർഷാവസ്ഥയിലുള്ള ഒരു പുതിയ ഡെവലപ്മെൻറ്റ്സ് അത് തീർച്ചയായിട്ടും ഒരു ട്രിഗർ പോയിന്റ് ആയിട്ട് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വന്നതായിട്ട് കാണാം. അവിടെ ബിയേഴ്സ് ഇതൊരു നല്ല അവസരമായി കാണുകയും നല്ല തോതിലുള്ള ഒരു സെൽ ഓഫ് അവർ നടത്തുകയും ചെയ്തതായിട്ട് കാണാം. അവിടെ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രോഫിറ്റിലേക്ക് വന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഇറങ്ങിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ ആണവ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ഈ ആഴ്ച അവസാനം US ഒരു സൈനിക നടപടിക്ക് സാധ്യതയുണ്ടെന്ന വാർത്തകളാണ് മൊത്തത്തിൽ മാർക്കറ്റിൽ ഒരു പാനിക് ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇറാൻ അവരുടെ അവസാന ആയുധമായിട്ടുള്ള ഹോർമസ് കടലിടുക്ക് അത് അടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ലോകത്തിൽ 20% എണ്ണ കടന്നു പോകുന്ന ഈ ഒരു ജലപാത അത് ഇറാൻ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അത് ക്രൂഡ് ഓയിൽ സപ്ലൈ ചെയിനിൽ ഉണ്ടാക്കുന്ന ഡിസ്റപ്ഷൻ വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില ഡോളറിൽ 90 മുതൽ 100 വരെ ഉയരാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ കാണുന്നത് ക്രൂഡ് ഓയിലിൻ്റെ വില കഴിഞ്ഞ ഒക്ടോബറിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ്. ബ്രന്റ് ക്രൂഡ് 71 എന്ന ലെവലിന് മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് പരിശോധിച്ചപ്പോൾ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ WTI ക്രൂഡ് 66 എന്ന ലെവലിലേക്കും ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ വിപണിയെ സംബന്ധിച്ചോളം ക്രൂഡ് ഓയിൽ വില കൂടുന്നത് വലിയ തിരിച്ചടിയാണ്. അത് പെയിന്റ് സെക്ടറിലും ടയർ അതുപോലെ ലോജിസ്റ്റിക് മേഖലയിലുള്ള കമ്പനികളുടെയൊക്കെ പ്രോഫിറ്റബിലിറ്റി ബാധിക്കും. ഉദാഹരണത്തിന് ഏഷ്യൻ പെയിന്റ്സ് MRF പോലെയുള്ള സ്റ്റോക്കുകളിൽ അത് ബാധിക്കും. അതുപോലെ ഓയിൽ ആൻഡ് മാർക്കറ്റിംഗ് കമ്പനികളായിട്ടുള്ള BPCL HPCL പോലെയുള്ളവയിലും അത് വലിയ തോതിലുള്ള സമ്മർദ്ദം സൃഷ്ടിക്കും. ഇതുകൂടാതെ ക്രൂഡ് ഓയിലിൻ്റെ വർധനവ് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് റുപ്പിയിലാണ്. ഇന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും റുപ്പിയുടെ വാല്യൂ 91 ലെവലിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വീക്ക്നെസ് ഇങ്ങനെ തുടരുകയാണെങ്കിൽ FIS തീർച്ചയായിട്ടും അവരുടെ സെല്ലിംഗ് ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധഭീതി കാരണം അതുപോലെ തന്നെ മൊത്തത്തിലുള്ള അൺസർട്ടനിറ്റി കാരണവും സ്വർണം വെള്ളി ഇപ്പം വീണ്ടും ഒരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഡോളർ ടേംസിൽ പെർ ഔൺസ് ഗോൾഡിന്റെ റേറ്റ് ഏകദേശം $5,000 വീണ്ടും തിരിച്ചു പോകുന്നതായിട്ട് നമ്മൾ കാണാം. അതേപോലെ സിൽവറിന്റെ പ്രൈസ് അതിന്റെ 78 എന്ന ലെവലിലേക്ക് ഡോളർ പെർ ഔൺസ് കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഈ പ്രീഷ്യസ് മെറ്റൽസിൽ ഈ രീതിയിലുള്ള ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയരുമ്പോൾ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട 2 സ്റ്റോക്കുകളിൽ കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാകാറുണ്ട്. അത് ഇന്നും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ONGC അതുപോലെ ഓയിൽ ഇന്ത്യ ഈ 2 സ്റ്റോക്കുകളിലും കാര്യമായ ഒരു മുന്നേറ്റം ഇന്ന് കാണാം. നമുക്കറിയാം ONGC ഇന്ത്യയിൽ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ഇന്നത് 3.65% അപ്സൈഡിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ഓയിൽ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അതിന്ന് 5.19% അപ്സൈഡിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു പ്രതിഭാസം ഈ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം കെട്ടടങ്ങുന്നതിന് ആനുപാതികമായിട്ട് തീർച്ചയായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയും. മൊത്തത്തിലുള്ള ആഗോളമായിട്ടുള്ള സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ എണ്ണയുടെ ഉൽപ്പാദനം ഇപ്പോൾ അതിൻ്റെ ഡിമാൻഡിനേക്കാൾ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വില താഴോട്ടേക്ക് വരും. ഇപ്പോൾ ഷോർട്ട് ടേമിൽ ഈ ക്രൂഡ് ഓയിൽ വില വർധനവ് ഉണ്ടാവുമെങ്കിലും ഈ വർഷം പകുതിയാകുന്നതോടുകൂടി വില പ്രത്യേകിച്ച് ഈ വലിയ തോതിലുള്ള ഉൽപ്പാദനം കാരണം കുറയാനുള്ള സാധ്യത നിലവിൽ മാർക്കറ്റിലുണ്ട് താനും. അപ്പോൾ ഏതായാലും മാർക്കറ്റിൻ്റെ ഈ ഒരു വോളറ്റിലിറ്റി ഇപ്പോഴത്തെ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും മാർക്കറ്റ് ഒരു പക്ഷേ നീങ്ങുക. ഇതുപോലെ ഇന്നലെ പുറത്തു വന്ന US ഫെഡ് റിസർവിൻ്റെ പോളിസി മീറ്റിംഗ് മിനിറ്റ്സ് അത് വേൾഡ് വൈഡ് മാർക്കറ്റിൽ വളരെ കോഷ്യസ് ആയിട്ടാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. കാരണം റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഫെഡ് റിസർവ് അംഗങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് എന്നാണ്
മിനിറ്റ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നിലവിലുള്ള അമേരിക്കയുടെ ഇൻഫ്ലേഷൻ 2% എന്ന ലക്ഷ്യമാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ഒരു ലക്ഷ്യത്തിലെത്താതെ ഒരിക്കലും റേറ്റ് കട്ടിലേക്ക് പോകാൻ പാടില്ലെന്നാണ് ഭൂരിഭാഗം അംഗങ്ങളുടെയും വാദം. അതുകൂടാതെ ഇപ്പോഴുള്ള US-ൻ്റെ എക്കണോമി കുറച്ച് റിസൈലൻ്റ് ആണ്, അത് നല്ല രീതിയിൽ ശക്തമായി തിരിച്ചു വരുന്നുണ്ട് എന്നാണ് അംഗങ്ങളുടെ അഭിപ്രായം. അതുപോലെ തന്നെ ജോബ് ഡാറ്റയും അതുപോലെ ഇൻഫ്ലേഷനും ഇനിയും ഉയരുമോ എന്ന ഭയം തീർച്ചയായിട്ടും ഫെഡ് അംഗങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ നിലവിൽ ഇൻഫ്ലേഷൻ കുറയുന്നുണ്ടെങ്കിലും അത് എത്രമാത്രം സസ്റ്റെയിൻ ചെയ്യുമെന്ന കാര്യത്തിൽ അംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റേറ്റ് കട്ടിൻ്റെ ഡിസിഷനിലേക്ക് പോകണമെങ്കിൽ ഇനിയും മാസങ്ങളോളമുള്ള ഡാറ്റകൾ റിവ്യൂ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്കാണ് മൊത്തത്തിലുള്ള ഫെഡ് റിസർവ് മിനിറ്റ്സ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നാലെ ഇന്നലെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു. US വിപണിയിൽ ചെറിയ തോതിലുള്ള ഒരു പുറകോട്ട് പോക്കുണ്ടായതായിട്ട് കാണാം. അപ്പോൾ നേരിയൊരു ഇടിവ് രേഖപ്പെടുത്തും. എന്നാൽ ഫൈനലായിട്ട് പോസിറ്റീവിൽ തന്നെയാണ് US മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. എന്നാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്നുള്ള നിലയ്ക്ക് US-ലെ ട്രഷറി ബോണ്ട് ഈൽഡ് വർദ്ധിച്ചിരുന്നു. അതുപോലെ ഡോളർ ഇൻഡെക്സും കുറച്ച് സ്ട്രെങ്ത് നേടിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിപ്പോൾ 98 അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും US-ലുണ്ടായ ഇത്തരം ഡെവലപ്മെൻറ്റുകൾ ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രത്യേകിച്ച് IT സെഗ്മെൻറ്റിലും ഇത് നെഗറ്റീവായിട്ടുള്ള വാർത്തകളാണ്. കാരണം IT സ്പെൻഡിങ് US-ൽ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അത് ഇന്ത്യൻ IT കമ്പനികൾക്കും നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ഫെഡ് മിനിറ്റ്സിൻ്റെ ഈ റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട ഹോക്കിഷ് ആയിട്ടുള്ള നിലപാടുകളും അതുപോലെ യുദ്ധഭീതിയും ഇതൊക്കെ മൊത്തത്തിൽ നമ്മുടെ മാർക്കറ്റിൽ കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഒരു കൺസോളിഡേഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് NCC ലിമിറ്റഡ് അതിൻ്റെ 52 വീക്ക് ലോയിലേക്ക് പോയിരുന്നു. 135 വരെ അത് താഴോട്ടേക്ക് പോയതായിട്ട് കാണാം. എന്നാൽ അവിടെ നിന്നും അത്യാവശ്യം ഒരു റിക്കവറി നടത്തിയിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ സ്റ്റോക്കിൽ വലിയൊരു ഫോൾ ഉണ്ടാവാനുള്ള കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഈ NCC ലിമിറ്റഡിനെയും അതിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള OB ഇൻഫ്രാസ്ട്രക്ചറിനെയും 2 വർഷത്തേക്ക് പുതിയ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കിയിരിക്കുകയാണ്. അവരെ ഡീബാർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫെബ്രുവരി 17 മുതലാണ് ഈ വിലക്ക് പ്രാബല്യത്തിൽ വരുന്നത്. അപ്പോൾ ഇതിന് കാരണമായിട്ടുള്ളത് ഉത്തർപ്രദേശിലെ ഒരു പഴയ ഹൈവേ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു തർക്കമാണ്. കാരണം NH-25 അതായത് ഒറായി ഭഗ്നിപൂർ ആ റോഡിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ ഡീബാറിലേക്ക് ഇവർ നയിച്ചത്. അപ്പോൾ 2006 ഈ പ്രൊജക്റ്റിനായിട്ട് NCCയുടെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള OBL കരാർ ഒപ്പിട്ടത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് പൂർത്തിയാക്കുന്നതിലുണ്ടായ കാലതാമസമാണ് പ്രശ്നമായത്. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടുവെന്നും ഈ പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നതിൽ സീരിയസ് ആയിട്ടുള്ള വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടെന്നുമാണ് അവർ ആരോപിക്കുന്നത്. എന്നാൽ NCC അതിനെ കൗണ്ടർ ചെയ്യുന്നത് ഈ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിൽ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കാലതാമസം വരുത്തി എന്നുള്ളതാണ്. ഇതുകൂടാതെ പല വിധത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള തടസ്സങ്ങളും നാഷണൽ ഹൈവേ ഉണ്ടാക്കിയത് കാരണമാണ് ഇത് ഡിലേ ആയതെന്നാണ് അവരുടെ വാദം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കോടതിയും അതുപോലെ ആർബിട്രേഷൻ ട്രിബ്യൂണലിൻ്റെയും പരിഗണനയിലാണ് ഈ ഒരു കേസ് ഉള്ളത്. 2024 നവംബറിൽ കമ്പനിക്ക് അനുകൂലമായ ഒരു ട്രിബ്യൂണൽ വിധി ഇവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ നാഷണൽ ഹൈവേ ഇതിനെതിരെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. അപ്പോൾ ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ വിലക്ക് കമ്പനിക്കെതിരെ നാഷണൽ ഹൈവേ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അവരുടെ കേസ് NCC തുടരുന്നതായിട്ടാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു കേസിൽ ഒരു സ്റ്റേ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് തിരിച്ചു കയറാനുള്ള സാധ്യതകളാണുള്ളത്. കാരണം ഈ സ്റ്റോക്കിൻ്റെ ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ്. 79,500 കോടിയിലധികം രൂപയുടെ ഓർഡർ ബുക്കുള്ള ഒരു വലിയ കമ്പനിയാണിത്. അപ്പോൾ നിലവിലുള്ള ഓർഡറുകളെ ഇത് ബാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 2-3 വർഷത്തേക്കുള്ള ഇവരുടെ സ്റ്റോക്കിൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കുന്നില്ല. അതാണ് ഇന്ന് ഈ 135 എന്നുള്ള ലോ ലെവലിലേക്ക് പോയ സ്റ്റോക്ക് അവിടെ ശക്തമായ ബൈങ് നടന്നിട്ട് 148, 149 നിലവാരത്തിലേക്ക് തിരിച്ചു വന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്റ്റോക്ക് ആ താഴ്ന്ന ലെവലിൽ വാങ്ങാൻ നിക്ഷേപകർ താല്പര്യം കാണിക്കുന്നു എന്നതാണ്. എന്നാൽ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഈ പുതിയ ഹൈവേ പ്രൊജക്റ്റുകൾക്ക് ഇവർക്ക് കിട്ടാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു വോളറ്റിലിറ്റി നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു വിലക്ക് നീങ്ങുകയും കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും നല്ലൊരു മുന്നേറ്റം നടത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള മോഡിലേക്ക് പോകുന്നതായിരിക്കും ഈ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് 6% മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റോക്കാണ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ. ഏകദേശം 10 മുതൽ 13% വരെ ഇൻട്രാഡേയിൽ ഈ സ്റ്റോക്ക് ഹൈ പോയതായിട്ട് കാണാം. ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ വരാനുള്ള കാരണം ഈ ടാറ്റ സൺസിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനായിട്ട് N ചന്ദ്രശേഖരൻ്റെ ആ ഒരു 3rd ടേം അത് കണ്ടിന്യൂസ് ആയിട്ട് തുടരാനുള്ള ഒരു തീരുമാനം ടാറ്റ സൺസ് എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് ആണ് ടാറ്റ സൺസ് വിളിച്ചിട്ടുള്ളത്.
അപ്പോൾ ഈ ടാറ്റ സൺസിൻ്റെ 68% ഓഹരികളും ഈ പറയുന്ന ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എൻ ചന്ദ്രശേഖറിൻ്റെ നിയമനം, കാരണം ഈ ടാറ്റ ഗ്രൂപ്പിനെ ശക്തമായ നിലയിൽ മുന്നോട്ട് നയിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു എക്സിക്യൂട്ടീവാണ് എൻ ചന്ദ്രശേഖർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമനം തുടരുന്നത് തീർച്ചയായിട്ടും കമ്പനിയിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ TCS അവരുടെ ചില ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പദ്ധതികൾ ടാറ്റ സൺസിൻ ബോർഡിന് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട് എന്ന വാർത്തയും ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള ഈ സ്റ്റോക്കിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ നമ്മൾ കാണുന്നത് 640, 645 ലെവലിലാണ്. അപ്പോൾ 650, 670 ലെവലിലേക്കൊക്കെ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് ഒരു പക്ഷേ പുൾ ബാക്ക് ഉണ്ടാവാം. അപ്പോൾ അത്തരം ഡിപ്പിനായിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ കാത്തു നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് 725, 730 എന്ന ലെവലാണ്. അപ്പോൾ നിലവിലിപ്പോൾ RSI 66 എന്ന ലെവലിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് 70 മുകളിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അത് ഒരു ഓവർ ബോട്ട് സോണായി മാറും. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് ശക്തമായി മുന്നേറിയത് കാണുന്നത് ന്യൂജൻ സോഫ്റ്റ്വെയർ ടെക്നോളജീസ് ആണ്. ഇന്ന് ഒരു 13% അപ്സൈഡിലാണ് ഇതിന്ന് ക്ലോസ് ചെയ്തത്. ഇൻട്രാഡേയിൽ 16 മുതൽ 18% വരെ ഈ സ്റ്റോക്ക് ഉയർന്നിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കഴിഞ്ഞ ആഴ്ചകളിൽ IT സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു റിക്കവറിയുടെ ഭാഗമായിട്ട് ഈ സ്റ്റോക്ക് മുന്നോട്ടേക്ക് വന്നത്. അതുകൂടാതെ കമ്പനിയുടെ AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് അത് ദീർഘകാലാടിസ്ഥാനത്തിൽ കമ്പനിക്ക് നേട്ടം ഉണ്ടാക്കുമെന്ന് പല ബ്രോക്കറേജുകളും റിപ്പോർട്ട് ചെയ്തതും ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള ജഫ്രീസ് ഇതിന് ബൈ റേറ്റിംഗ് കൊടുത്തതും അവരിതിനെ 760 എന്നുള്ള ഒരു ടാർഗറ്റ് നിശ്ചയിച്ചതും ഈ സ്റ്റോക്കിൻ്റെ മുന്നോട്ടുള്ള ഈ അപ്സൈഡ് മൂവിന് കാരണമായിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ചാർട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു ഇടിവിന് ശേഷം ഒരു V ഷേപ്പ് റിക്കവറി ചാർട്ടിൽ കാണാൻ കഴിയും. ഇപ്പോൾ ട്രേഡിംഗ് വോളിയം ഏകദേശം 5 മടങ്ങ് വർദ്ധിച്ചതായിട്ടും കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ 525, 530 എന്ന ലെവലിലാണ്. അപ്പോൾ 610, 635 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവൽ. അപ്പോൾ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഉദ്ദേശിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ജഫ്രീസ് നിശ്ചയിച്ചിട്ടുള്ള 760 എന്നുള്ള ടാർഗറ്റ് ലക്ഷ്യമായിട്ട് ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഷോർട്ട് ടേമിൽ ഉണ്ടാകുന്ന വളറ്റിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നമ്മൾ ഈ സമയം പ്രതീക്ഷിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ പരാമർശിച്ച സ്റ്റോക്കുകൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല. നിങ്ങൾ തീർച്ചയായിട്ടും കൂടുതലായിട്ടുള്ള നിങ്ങളുടേതായ റിസർച്ച് നടത്തിക്കൊണ്ട് നിങ്ങളെ ഫൈനാൻഷ്യൽ അഡ്വൈസുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.